നിങ്ങളുടെ പിതാക്കന്മാർ എന്നിൽ എന്തു കുറ്റം കണ്ടിട്ടാണ് എന്നിൽ നിന്നും അകന്നു പോയത്? മ്ലേച്ഛമായവയെ അനുധാവനം ചെയ്ത് അവർ മ്ലേച്ഛന്മാരായി തീർന്നു. പ്രിയപ്പെട്ടവരെ, ഞാൻ പറയട്ടെ, ദൈവത്തിന്റെ ഹൃദയത്തിൽ ഏറ്റവും കൂടുതൽ വേദന വരുന്ന ഒരു കാര്യമാണ് ഐഡോളട്രി. വിഗ്രഹാരാധന, മ്ലേച്ഛത ദൈവത്തിന് ഏറ്റവും സങ്കടമുള്ളതാണ്. കാരണം എന്താണ്? നമ്മൾക്കറിയാം, ഒരു ഭർത്താവും ഒരു ഭർത്താവ് അവർ സ്നേഹിക്കുകയാണ്. അവർ പൂർണ്ണമായിട്ട് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സമർപ്പിച്ച ഒരു ജീവിതം നയിക്കുകയാണ്. ആ സമർപ്പണ ജീവിതത്തിൻ്റെ ഇടയിൽ വേറൊരു വ്യക്തി കയറി വരികയാണെങ്കിൽ എന്തുമാത്രം അവിടെ ദുഃഖമുണ്ടാകും, അവിടെ സങ്കടമുണ്ടാകും, ഇല്ലേ? പ്രിയപ്പെട്ടവരെ, നമ്മൾ ഓരോരുത്തരും ദൈവത്തിൻ്റെ, യേശുവിൻ്റെ ആരാണ്? മണവാട്ടികളാണ്. അങ്ങനെ ദൈവം ആ സ്നേഹബന്ധം എങ്ങനെയാണ് പുലർത്തി അത് സ്ഥിരീകരിച്ചത്? യേശുക്രിസ്തുവിൻ്റെ രക്തത്താലാണ്. ദാറ്റ് ഈസ് എ കവണന്റ്. നമുക്കറിയാം, ലൂക്കായുടെ സുവിശേഷത്തിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, ഇതെൻ്റെ രക്തത്തിലുള്ള ഉടമ്പടിയാണ്. യേശുക്രിസ്തു, നമുക്കറിയാം, നേരത്തെ പറഞ്ഞതുപോലെ ജോൺ 3:16 പറയുന്നുണ്ട്, ദൈവം ഈ ലോകത്തെ അത്രയധികം സ്നേഹിച്ചു. ആൻഡ് നമ്മൾ വിഗ്രഹാരാധനയിലേക്ക് പോകുമ്പോൾ ആ സ്നേഹത്തെ നമ്മൾ നിഷേധിക്കുകയാണ്. We are just rejecting that love of God. പ്രിയപ്പെട്ടവരെ, ആ ദൈവം കരയുകയാണ്. എന്ന് ഞാൻ നിങ്ങളെ എൻ്റെ സ്വന്തം പുത്രൻ്റെ രക്തം വഴി നിങ്ങളെ വീണ്ടെടുത്തതാണ്, അത്രയധികം സ്നേഹിച്ചതാണ്. എന്നിട്ടും ഞാൻ എന്ത് കുറ്റമാണ് നിങ്ങൾ ചെയ്തത്? എന്നെ നിഷേധിച്ചിട്ട്, എന്നെ തള്ളി മാറ്റി നിങ്ങളൊരു വിഗ്രഹത്തിൻ്റെ പുറകെ പോവുക. ഞാൻ എന്താണ് ചെയ്തത് എന്നാണ് ചോദിക്കുന്നത്. അതിന് മറുപടി ഉണ്ടോ പ്രിയപ്പെട്ടവരെ? അതിന് മറുപടി കൊടുക്കാൻ പറ്റുമോ? No. There is no answer. അത് എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത്? ദൈവത്തിന് മനസ്സിലാക്കാൻ പറ്റില്ല. സങ്കടത്തോടെ യാചിക്കുകയാണ്. വാട്ട് സിസ്റ്റർ ഒന്നുകൂടെ വായിക്കത്, ജെറമിയ 2:5. ഇറ്റ് മസ്റ്റ് ബി എ ക്രൈ. നിങ്ങളുടെ ഹൃദയങ്ങളോട് ദൈവം ചോദിക്കുകയാണ്, നിങ്ങൾ യേശുവിന് നിങ്ങൾ കൊടുക്കേണ്ട ആ സ്ഥാനം നിങ്ങൾ ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ കൊടുക്കുന്നില്ലെങ്കിൽ, പ്രിയപ്പെട്ടവരെ, ഇത് ദൈവം നിങ്ങളോട് ചോദിക്കുകയാണ്, വ്യക്തിപരമായി നിങ്ങളോട് സംസാരിക്കുകയാണ്. ഇതിന് ഉത്തരം വേണം. ഒരു ചോദ്യത്തിന് ഉത്തരം വേണം, അല്ലേ? ഒരു ചോദ്യത്തിന് ഉത്തരം വേണം. നിങ്ങൾക്ക് ഉത്തരം കൊടുക്കാൻ പറ്റുമോ? നിങ്ങൾ എന്തിനാണ് ദൈവത്തിന്റെ സ്നേഹം നിഷേധിച്ചിട്ട്, തള്ളിക്കളഞ്ഞിട്ട് നിങ്ങൾ എന്തിനാണ് വിഗ്രഹങ്ങളുടെ പുറകെ പോകുന്നത്? വിഗ്രഹം എന്ന് പറയുന്നത്, പ്രിയപ്പെട്ടവരെ, ഒരു പ്രതിമ മാത്രമല്ല. വിഗ്രഹം എന്ന് പറയുന്നത് യേശുവിന് സ്ഥാനം കൊടുക്കാതെ നിങ്ങളുടെ ഹൃദയം ആർക്കാണ് നിങ്ങൾ സ്ഥാനം കൊടുക്കുന്നത്? ചിലപ്പം നിങ്ങൾ സ്ഥാനം കൊടുക്കുന്നത് നിങ്ങളുടെ സമൂഹത്തിലുള്ള പേരിനായിരിക്കും, അല്ലെങ്കിൽ നിങ്ങളുടെ വല്ല സമ്പത്തിനായിരിക്കും, അല്ലെങ്കിൽ നിങ്ങളുടെ എന്തെങ്കിലും ആയിക്കോട്ടെ. യേശുവിന് കൊടുക്കേണ്ട ആ പ്രമുഖ, ആ ഇമ്പോർട്ടൻ്റ് അല്ലെങ്കിൽ ഒള്ളി സ്ഥാനം നിങ്ങൾ വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ഒരു വിഗ്രഹമാണ്. ചിലപ്പം ധനമായിരിക്കാം, ചിലപ്പോൾ പേരായിരിക്കാം, അല്ലെങ്കിൽ എന്തുമായിക്കോട്ടെ. ഒന്ന് വായിക്കാമോ? അങ്ങനെ ഉണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ, ഈ ചോദ്യത്തിന് ഉത്തരം വേണം. വായിക്കുക. കർത്താവ് അരുളിച്ചെയ്യുന്നു, നിങ്ങളുടെ പിതാക്കന്മാർ എന്നിൽ എന്തു കുറ്റം കണ്ടിട്ടാണ് എന്നിൽ എന്ത് കുറ്റമാണ് കണ്ടിട്ടാണ് അകന്നു പോയത്? മ്ലേച്ഛമായവയെ അനുധാവനം ചെയ്ത് അവരും മ്ലേച്ഛന്മാരായി തീർന്നു. പറയട്ടെ, എന്ത് കുറ്റമാണ് ചെയ്തത്? ഇതെങ്ങനെയാണ് സംഭവിച്ചത് അതിൻ്റെ ചില കാരണങ്ങളെ കുറിച്ച് അടുത്തതല്ല, എഫിഷ്യൻസ് 4-ാമത്തെ അധ്യായം 17-18 വചനങ്ങൾ പറയുന്നുണ്ട്. ഇത് സംഭവിച്ചതിൻ്റെ കാരണം എന്താണെന്ന്. ഇവിടെ നമ്മൾ നോക്കണം, നമ്മളെ തന്നെ ആത്മപരിശോധന ചെയ്തിട്ട്, എനിക്ക് യേശുവിനെ എനിക്ക് കൊടുക്കേണ്ട ആ സ്ഥാനം എനിക്ക് കൊടുക്കാൻ പറ്റുന്നില്ല, എനിക്ക് ആ യേശുവിനെ ഞാൻ പൂർണ്ണമായിട്ട് സ്നേഹിക്കുന്നില്ല, അല്ലെങ്കിൽ ആ യേശുവിനെ ദൈവം എന്നെ സ്നേഹിച്ചതിൻ്റെ ഒരു റെസിപ്രോക്കേഷൻ ആയിട്ട് എനിക്ക് ആ ദൈവത്തെ സ്നേഹിക്കാൻ പറ്റാത്ത അവസ്ഥയുടെ കാരണം പലപ്പോഴും നമ്മൾ ചെയ്യുന്ന ചില കാര്യങ്ങൾക്ക് എന്തുകൊണ്ടാണ് ചെയ്തതെന്ന് നമുക്ക് മനസ്സിലാകുന്നില്ല, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് അറിയുന്നില്ല. പക്ഷെ ദൈവത്തിൻ്റെ വചനം പറയാണ് എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്. എഫിഷ്യൻസ് 4-ാമത്തെ അധ്യായം 17-18 വചനങ്ങൾ ഒന്ന് വായിക്കാമോ? കർത്താവിൽ ഞാൻ നിങ്ങളോട് ഉറപ്പിച്ച് പറയുകയും സാക്ഷ്യപ്പെടുത്തുകയും ചെയ്യുന്നു, നിങ്ങൾ ഇനി ഒരിക്കലും വ്യർത്ഥ ചിന്തയിൽ കഴിയുന്ന വിജാതീയരെ പോലെ ജീവിക്കരുത്. അപ്പോൾ എന്താണ് വ്യർത്ഥ ചിന്ത? ദാറ്റ് ഈസ് ദ ഫ്യൂട്ടിലിറ്റി ഓഫ് യുവർ മൈൻഡ്. നമുക്കറിയാം, റോമർക്ക് ലേഖനം 12-ാമത്തെ അധ്യായം 2-ാമത്തെ വചനം പറയുന്നുണ്ട്, ഡു നോട്ട് ബി കൺഫോംഡ് ടു ദിസ് വേൾഡ് ബട്ട് ബൈ എ റിന്യൂവൽ ഓഫ് യുവർ മൈൻഡ്സ് ബി ട്രാൻസ്ഫോംഡ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ലോകം ചിന്തിക്കുന്നത് പോലെ ചിന്തിക്കാതെ ഇരിക്കണം. കാരണം ലോകം എന്തിൻ്റെ പുറകെയാണ് പോകുന്നത്? ലോകം സമ്പത്തിൻ്റെ പുറകെ പോകുന്നു, പേരിൻ്റെ പുറമെ പോകുന്നു, അല്ലേ? അങ്ങനെ പല
കാര്യങ്ങളുടെ പുറകെയാണ് ലോകം പോകുന്നത്. അതിൻ്റെ പുറകെ ഞാനും പോയാൽ ഞാൻ യേശു ക്രിസ്തുവിന് കൊടുക്കേണ്ട ആ സ്ഥാനം ഈ ലോകം ശ്രേഷ്ഠമായി കരുതുന്ന കാര്യങ്ങൾ കൊടുക്കുകയും അങ്ങനെ വിഗ്രഹ ആരാധനയിലേക്ക് അല്ലെങ്കിൽ മ്ലേച്ഛതയിലേക്ക് ഞാൻ പോവുകയാണ്. പിന്നെ അത് എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്? അങ്ങനെ സംഭവിക്കുന്നതിന്റെ കാരണം അടുത്ത വചനം പറയുന്നു. ഹൃദയകാഠിന്യം നിമിത്തം അജ്ഞത ബാധിച്ച. അങ്ങനെ മനസ്സിലാക്കുക, ഹൃദയകാഠിന്യം നിമിത്തം അത് എന്തിലേക്കാണ് നയിക്കുന്നത്? അപ്പൊ മനസ്സിലാക്കണം, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പാണ് നമ്മൾ ആ യേശുവിൽ നിന്ന് അകന്നു പോകുന്നത്. വിഗ്രഹ ആരാധന, ഏക സത്യ ദൈവത്തെ ആരാധിക്കുന്നതിന് പകരം വിഗ്രഹ ആരാധനയിലേക്ക് പോകുന്നതിന്റെ കാരണം എന്താണ്? ആദ്യം ഹൃദയ കാഠിന്യം. ആ ഹൃദയ കാഠിന്യം എന്ന് പറയുന്നതാണ് ദൈവത്തിന്റെ വചനത്തിൽ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നില്ല. ദൈവത്തിൻ്റെ വചനം ചോദ്യം ചെയ്യുകയാണ്. ദൈവത്തിൻ്റെ വചനം നമ്മൾ പൂർണ്ണമായിട്ട് സമർപ്പിക്കുന്നില്ല. അങ്ങനെയില്ലാതെ പൊറുപുറത്ത്, നമുക്കറിയാം ഹെബ്രായ ലേഖനം 3-ാമത്തെ അധ്യായം 7-ാമത്തെ വചനം വളരെ വ്യക്തമായിട്ട് അത് പറയുന്നുണ്ട്. ഹൃദയ കാഠിന്യം. Now the Holy Spirit is speaking to you that do not harden your hearts as in the rebellion എന്നാണ് പറയുന്നത്. നമ്മൾ ഹൃദയകാഠിന്യം വരുമ്പോൾ ദൈവം എന്തായിട്ടാണ് കാണുന്നത്? ഒരു റെബല്യനായിട്ടാ. ദൈവത്തിൻ്റെ വചനവും ദൈവത്തിൻ്റെ ഹിതവും അനുസരിച്ച് അതിൻ്റെ എതിരായിട്ട് ഒരു റെബല്യൻ എന്ന മലയാളത്തിൽ പറയുന്നത് ഒരു മറതലിക്കുക. Hallelujah. There is a rebellion. Hallelujah. It is going against. ഒരു തരത്തിൽ പറയുകയാണെങ്കിൽ ദൈവമായിട്ട് ഒരു ശത്രുത, ദൈവമായിട്ട് നമ്മൾ പോരാടുകയാണ്. There is a fight going against God. അങ്ങനെ ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കുക? ഹൃദയ കാഠിന്യം മൂലം അജ്ഞത ബാധിച്ച. ഹൃദയ കാഠിന്യം എന്താണ് റിസൾട്ട് ചെയ്യുന്നത്? അജ്ഞത. There is a blindness, ഒരു സ്പിരിച്വൽ ബ്ലൈൻഡ്നെസ്സിലേക്ക് പോവുകയാണ്. ഒരു അണ്ടർസ്റ്റാൻഡിങ് ഇല്ലാതെ പോവുകയാണ്, ഒരു ഇഗ്നറൻസിലേക്ക് പോവുകയാണ്. കാരണം നമുക്കറിയാം ആ ഹൃദയ കാഠിന്യം, that is blindness of heart, leads to ignorance. അത് അങ്ങനെ ഇഗ്നറൻസിലോട്ട് വരുമ്പോൾ എന്താ സംഭവിക്കുക? അവർ ബുദ്ധിയിൽ അന്ധകാരം നിറഞ്ഞ് ദൈവത്തിന്റെ ജീവനിൽ നിന്ന് അകറ്റപ്പെട്ടു പോവുകയാണ്. അപ്പൊ അത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പാണ് കാര്യം സംഭവിക്കുന്നത്. ആദ്യം എന്താണ്? ഹൃദയകാഠിന്യം. ഹൃദയകാഠിന്യം എന്താണ് സംഭവിക്കുന്നത്? നമുക്ക് അജ്ഞതയിൽ എന്താ സംഭവിക്കുന്നത്? ദൈവത്തിൽ നിന്ന് നമ്മൾ അകന്നു പോവുകയാണ്. ആ ജീവന്റെ ഉറവിടമായ യേശു ക്രിസ്തുവിൽ നിന്ന് അകന്നു പോവുകയാണ്. കാരണം എന്താണ്? നമ്മളുടെ മനസ്സ് അന്ധകാരത്തിലായി പോയി. ആ യേശു ആരാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. അങ്ങനെ ഇംഗ്ലീഷിൽ നമുക്കൊന്ന് വായിക്കാം. This I say therefore and testify in the Lord that you should no longer walk as the rest of the Gentiles walk in the futility of their minds, having their understanding darkened. നമുക്കറിയാം ആ അണ്ടർസ്റ്റാൻഡിങ് ഡാർക്കൻഡ്. തീർച്ചയായിട്ടും ദൈവത്തിൻ്റെ വചനം 2 കൊരിന്ത്യൻസ് 3-ാമത്തെ അധ്യായം 14 മുതൽ 16 വരെ വചനങ്ങൾ വായിക്കുകയാണെങ്കിൽ അവിടെ ദൈവത്തിൻ്റെ വചനം വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. മോശ എപ്പോൾ വായിക്കപ്പെടുന്നുവോ അപ്പോൾ നിങ്ങളുടെ മുകളിൽ ഒരു മൂടുപടമുണ്ട്. ആ മൂടുപടം മാറുന്നത് എപ്പോഴാണ്? നിങ്ങൾ യേശുവിലേക്ക് തിരിയുമ്പോൾ. അപ്പോൾ യേശുവിനെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റാത്തതിൻ്റെ കാരണം എന്താണ്? യേശുവിനെ നമ്മൾ രക്ഷകനും നാഥനുമായിട്ട് നമുക്ക് അറിയില്ല. നമുക്ക് യേശുവിനെ ഒരു ചരിത്രത്തിലൊരു വ്യക്തിയായിട്ട് അറിയാം. യേശുവിനെ പിശാചിനെ അറിയുന്നത് പോലെ തന്നെ ദൈവത്തിൻ്റെ ഏകജാതൻ, യു ആർ ദ സൺ ഓഫ് ദ ലിവിങ് ഗോഡ് എന്നൊക്കെയുള്ള അറിവുകളുണ്ട്. പക്ഷെ യേശുവുമായിട്ട് ഒരു ബന്ധമില്ല. നമുക്കറിയാം ആ പിശാച് ബാധിതനായ ആ വ്യക്തിയെ യേശു ക്രിസ്തു വന്നപ്പോൾ എന്താ പറഞ്ഞത്? വാട്ട് ഹാവ് യു ടു ഡു ജീസസ് ക്രൈസ്റ്റ് സൺ ഓഫ് ദ ലിവിങ് ഗോഡ് എന്നാണ് ചോദിച്ചത്. അപ്പോൾ അങ്ങനെയുള്ള അറിവാണ്. അതുപോലെ നമുക്ക് വ്യക്തിപരമായ സ്നേഹബന്ധം വേണം. പിന്നെ അങ്ങനെ ആ അണ്ടർസ്റ്റാൻഡിങ് ഡാർക്കുണ്ടാവുമ്പോൾ നമ്മൾ യേശു ക്രിസ്തുവിൽ നിന്ന് അകന്നു പോവുകയാണ്. നമുക്ക് നേരത്തെ പറഞ്ഞതുപോലെ യോഹന്നാൻ്റെ സുവിശേഷം 1 John 5:12 പറയുന്നുണ്ട്, ദൈവപുത്രനെ സ്വന്തമാക്കിയവന് ജീവനെ സ്വന്തമാക്കിയിട്ടുണ്ട്, ദൈവപുത്രനെ സ്വന്തമാക്കാത്തവന് ജീവനില്ല. അങ്ങനെ ദൈവത്തിൽ നിന്ന്, യേശുവിൽ നിന്ന് യു ആർ കട്ട് ഓഫ്. അതിൻ്റെ കാരണം എന്താണ്? നമുക്ക് അറിവില്ലായ്മ, അന്ധകാരം, ഇഗ്നറൻസ്. അതാണ് ഹോസിയ പ്രവാചകന്റെ പുസ്തകത്തിൽ 4:6 പറയുന്നത്, എൻ്റെ ജനം അജ്ഞത മൂലം നശിച്ചു പോവുകയാണെന്നുള്ളത്. പിന്നെ അങ്ങനെ എന്താണ് സംഭവിക്കുന്നത്? ബ്ലൈൻഡ്നെസ് ഓഫ് ഹാർട്ട്. അവിടെ ഹൃദയകാഠിന്യം. യോഹന്നാൻ്റെ സുവിശേഷം 9-ാമത്തെ അധ്യായം 39 മുതൽ 41 വചനങ്ങൾ വായിക്കുകയാണെങ്കിൽ അവിടെ യേശുക്രിസ്തു വളരെ വ്യക്തമായിട്ട് വചനത്തോടെ പറയുന്നുണ്ട് ആർക്കാണ് അന്ധതയുള്ളതെന്നുള്ളത്. അപ്പോൾ അങ്ങനെ ദൈവത്തിനെ നമ്മൾ പൂർണ്ണമായിട്ട് അറിവില്ലായ്മയിലേക്ക് പോവുകയാണ്, യേശുവിനെ സ്വന്തമാക്കാതെ. പിന്നെ നമുക്കറിയാം ദൈവത്തിൻ്റെ വചനം. അപ്പോൾ നമ്മൾ രണ്ടാമത്തെ ഘട്ടം എന്താണ്? ദൈവം യേശു
രക്ഷകനാണ് എന്ന് അറിഞ്ഞിട്ട് പോലും ആ രക്ഷകനാണെന്ന് നമ്മൾ അംഗീകരിക്കുന്നില്ല. അത് രണ്ടാമത്തെ ഘട്ടത്തിലേക്ക് വരികയാണ്. പിന്നെ 2 രാജാക്കന്മാർ 17-ാമത്തെ വചനം വായിക്കുകയാണെങ്കിൽ അവിടെ നമുക്കറിയാം, അവിടെ ആ ഹോൾ ചാപ്റ്റർ വിഗ്രഹാരാധനയെക്കുറിച്ച് മ്ലേച്ഛതയെക്കുറിച്ച് ഒക്കെയാണ്. എങ്ങനെയാണ് ഇസ്രായേൽ ജനം മ്ലേച്ഛതയിലേക്ക് പോവുകയും അങ്ങനെ ദൈവം അവരെ ശിക്ഷിക്കുകയും ചെയ്തുള്ളത്. നമുക്ക് 15-16 വചനങ്ങൾ മാത്രം വായിക്കാം, സമയമില്ലാത്തതുകൊണ്ട്. And they rejected his statutes and his covenant that he had made with their fathers and his testimonies which he had testified against them. They followed idols, became idolaters, and went after the forms of worship of the nations who were all around them, concerning whom the Lord had charged them that they should not do like them. So they left all the commandments of the Lord their God, made for themselves a molded image, and 2 calves, and made a wooden image, and worshipped all the host of heaven, and served Baal. തങ്ങളുടെ പിതാക്കന്മാർക്ക് അവിടുന്ന് നൽകിയ കൽപ്പനകളും ഉടമ്പടികളും തങ്ങൾക്ക് ലഭിച്ച മുന്നറിയിപ്പുകളും അവർ അവഗണിച്ചു. അവർ വ്യാജ വിഗ്രഹങ്ങളുടെ പിന്നാലെ പോയി അവിശ്വസ്തരാവുകയും ചുറ്റുമുള്ള ജനതകളെ അനുകരിക്കുകയും ചെയ്തു. അടുത്ത് 16. ഈ ജനതകളെ പോലെ പ്രവർത്തിക്കരുതെന്ന് കർത്താവ് കൽപ്പിച്ചിരുന്നു. അവർ ദൈവമായ കർത്താവിൻ്റെ എല്ലാ കൽപ്പനകളും പരിത്യജിച്ച് തങ്ങൾക്കായി കാളക്കുട്ടികളുടെ 2 വിഗ്രഹങ്ങൾ വാർത്തുണ്ടാക്കി അക്ഷേരാ പ്രതിഷ്ഠ സ്ഥാപിക്കുകയും ആകാശഗോളങ്ങളെ ആരാധിക്കുകയും ബാൽ ദേവനെ സേവിക്കുകയും ചെയ്തു. അപ്പോൾ ദൈവത്തിന്റെ കൽപ്പന ഉണ്ടായിരുന്നല്ലോ, ഒന്നെന്താണ്? നിങ്ങൾ വിഗ്രഹങ്ങളെ ഒന്നും ഉണ്ടാക്കരുത്, ആരാധിക്കരുത്. പ്രിയപ്പെട്ട, ഇന്ന് നമ്മൾ മനസ്സിലാക്കുകയാണെങ്കിൽ നമ്മളുടെ ചുറ്റും, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ശിഷ്യനാണ്, ക്രിസ്ത്യാനിയാണ്, വിശ്വാസിയാണ് എന്നൊക്കെ പറയുന്ന, യേശുവിനെ രക്ഷകനാണ്, നാഥനാണ് എന്നൊക്കെ കണ്ട് അറിഞ്ഞ് സ്വീകരിച്ച് പല പല വ്യക്തികളും ഇന്ന് ഈ ദൈവത്തിൻ്റെ വചനം ലംഘിക്കുന്നുണ്ടോ ഇല്ലയോ? ദൈവത്തിൻ്റെ വചനം പറയുന്നുണ്ട്, യു ഷാൽ നോട്ട് മേക്ക് എനി കാർവ്ഡ് ഇമേജ് of anything that is flying, anything that is walking or creeping, anything that is under the sea. അല്ലേ? ആകാശത്തിൽ പറക്കുന്നതോ ഭൂമിയിൽ നടക്കുന്നതോ ഇരജന്തുക്കളോ അല്ലെങ്കിൽ വെള്ളത്തിൻ്റെ അടിയിലുള്ള മത്സ്യങ്ങളുടെയോ ഒന്നിൻ്റെയോ അല്ല മനുഷ്യൻ്റെയോ സാദൃശ്യത്തിൽ ഒന്നും വിഗ്രഹങ്ങളൊന്നും ഉണ്ടാക്കരുത് എന്ന് ദൈവം കൽപ്പിച്ചിട്ട് പോലും ആ വ്യക്തികൾ എന്താ ഉണ്ടാക്കിയത്? കാളക്കുട്ടികളെ ഉണ്ടാക്കി, പിന്നെ മനുഷ്യൻ്റെ രൂപത്തിൽ വേറെ ഒരു ഇമേജ് ഉണ്ടാക്കി. എന്നിട്ട് അത് മാത്രമല്ല, ഹോസ്റ്റ് ഓഫ് ഹെവൻ എന്ന് പറയുന്നത് സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും, അതിനെയെല്ലാം അവർ ആരാധിച്ചു. ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട വേറൊരു സത്യമാണ്, ഉൽപ്പത്തി പുസ്തകം 1-ാമത്തെ അധ്യായം 28-ാമത്തെ വചനം ദൈവം ഈ ലോകം സൃഷ്ടിച്ചപ്പോൾ എന്താ പറഞ്ഞത്? നിങ്ങൾ പെരുകി വർദ്ധിച്ച് ഈ ഭൂമിയെ കീഴടക്കുക. ഈ ഭൂമിയെ കീഴടക്കുക മാത്രമല്ല, അതിൽ നിങ്ങൾക്ക് വേണ്ടി ഞാൻ സൃഷ്ടിച്ച പറവകളെയും ആ ലോകത്തിലുള്ള ഇഴജന്തുക്കളെയും കടലിലുള്ള അല്ലെങ്കിൽ വെള്ളത്തിൻ്റെ കീഴെയുള്ള എല്ലാ മത്സ്യങ്ങളുടെ മുകളിലും നിങ്ങൾക്ക് ആധിപത്യമുണ്ട്. പിന്നെ ഈ കാളക്കുട്ടിയെ എന്തിനാണ് ആരാധിക്കുന്നത്? അല്ലെങ്കിൽ അതുപോലെ തന്നെ മൃഗങ്ങളെ എന്തിനാണ് ആരാധിക്കുന്നത്? ഇത് ദൈവത്തിൻ്റെ കൽപ്പനയുടെ വിപരീതമല്ലേ? അല്ലെങ്കിൽ എന്തിനാണ് ഇവർ പറയുന്നുണ്ട് ആൻഡ് എ വുഡൻ ഇമേജ് എന്നാണ് പറയുന്നത്? എന്തിനാണ് മനുഷ്യൻ്റെ രൂപത്തിൽ ആകൃതിയിൽ വിഗ്രഹങ്ങൾ ഉണ്ടാക്കി അവരെ ആരാധിക്കുന്നത്? പ്രിയപ്പെട്ടവരെ, ഇത് ദൈവത്തിൻ്റെ കൽപ്പനയുടെ വിപരീതമാണ്. കാരണം നമുക്കറിയാം, ദൈവം പ്രവാചകന്മാർ വഴിയും യേശു ക്രിസ്തു വഴിയും നമ്മളോട് വളരെ വ്യക്തമായിട്ട് അരുൾ ചെയ്ത ഒരു ഇതാണ്, നിങ്ങൾ വിഗ്രഹങ്ങൾ ഉണ്ടാക്കരുത്. ദൈവത്തിന് ഏറ്റവും വെറുക്കുന്ന ഒന്നാണ് ഐഡോളട്രി. കാരണം എന്താണ്? ദൈവത്തിൻ്റെ മണവാട്ടി വ്യഭിചാരം ചെയ്യുകയാണ് ഐഡൽസ് ഉണ്ടാക്കുമ്പോൾ. ദൈവത്തിൻ്റെ മണവാട്ടി വ്യഭിചാരം ചെയ്യുകയാണ്. കാരണം ഹോസിയ പ്രവാചന പുസ്തകം 5-ാമത്തെ അധ്യായം 4-ാമത്തെ വചനം വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, നിങ്ങൾക്ക് വ്യഭിചാരത്തിൻ്റെ ദുർബുദ്ധി ഉണ്ടെന്ന്. There is a spirit of idolatry in you. വായിക്കുക. വ്യഭിചാരം ചെയ്യുന്ന ഒരു മണവാട്ടിയെയും മണവാളൻ കെട്ടുകയില്ല. പ്രിയപ്പെട്ടവരെ, ഹലോ, ഈ ലോകത്തിൽ തന്നെ നിങ്ങൾ വിവാഹബന്ധത്തിന് വിവാഹ നിശ്ചയം നടത്തിയ നിങ്ങളുടെ മണവാളനാകട്ടെ അല്ലെ മണവാട്ടിയാകട്ടെ, അവർ വ്യഭിചാരത്തിലാണ് നടക്കുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾ കല്യാണം കഴിക്കുമോ? ഇല്ല. നിങ്ങൾ ആ വിവാഹ നിശ്ചയം റദ്ദാക്കും. ഹലോ,
ഏത് ബുദ്ധിയുള്ള വ്യക്തിയും ആ വിവാഹ ബന്ധം റദ്ദാക്കും. കാരണം എന്താണ്? ഈ വിവാഹം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുകയില്ല. കാരണം ഈ വിവാഹത്തിന്റെ അടിസ്ഥാനമായ കാര്യം സ്നേഹം അവിടെ ഇല്ല. വായിച്ചേ. തങ്ങളുടെ ദൈവത്തിന്റെ അടുത്തേക്ക് തിരികെ പോകാൻ അവരുടെ പ്രവൃത്തികൾ അവരെ അനുവദിക്കുന്നില്ല. കാരണം വ്യഭിചാര ദുർഭൂതം അവരിൽ കുടികൊള്ളുന്നു. വ്യഭിചാര ദുർഭൂതം അവരിൽ കുടികൊള്ളുന്നു. പ്രിയപ്പെട്ടവരെ, ഇന്ന് യേശു ക്രിസ്തുവിനെ അല്ലാതെ എന്തെങ്കിലും വേറെ മനുഷ്യനെയോ പുരുഷനെയോ സ്ത്രീയെയോ മൃഗങ്ങളെയോ പറവകളെയോ അല്ലെങ്കിൽ ഈ ജലത്തിന്റെ അടിയിലുള്ള മത്സ്യങ്ങളെയോ അല്ലെങ്കിൽ വേറെ ഏത് സൃഷ്ടിയെയോ ആകാശത്തിലുള്ള ഏതെങ്കിലും ഗോളങ്ങൾ, സൂര്യനോ ചന്ദ്രനോ നക്ഷത്രമോ എന്തിനെയെങ്കിലും, അല്ലെങ്കിൽ ദൈവം നമ്മൾക്ക് വേണ്ടി ഉപകരിക്കാൻ വേണ്ടി തീയോ അല്ലെങ്കിൽ എന്തിനേയും ആരാധിക്കുന്ന അത് വിഗ്രഹാരാധനയാണ്. കാരണം ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ ദൈവത്തിൻ്റെ ഛായയിലും സാദൃശ്യത്തിലുമാണ് സൃഷ്ടിച്ചത്. നിങ്ങൾ ദൈവത്തിൻ്റെ മക്കളാകുവാനാണ് ദൈവം സൃഷ്ടിച്ചത്. ഈ മക്കൾക്ക് ദൈവത്തിൻ്റെ തന്നെ അധികാരവും ആധിപത്യവും തന്നിട്ടുണ്ട്. ആ അധികാരവും ആധിപത്യവും തന്ന വ്യക്തികൾ എന്തിനാണ് അവരുടെ കാൽ കീഴെയുള്ള ജന്തുക്കളെ നിങ്ങൾ എന്തിനാണ് ആരാധിക്കുന്നത്? ആ ദൈവത്തിൻ്റെ പ്ലാനും പദ്ധതിയും അല്ല പ്രിയപ്പെട്ടവരെ. നിങ്ങൾ മനസ്സിലാക്കേണ്ട വലിയ സത്യം ഇതാണ്. അത് നമ്മളെ സേവിക്കുവാൻ വേണ്ടിയാണ്. നമുക്ക് അതിൻ്റെ മുകളിൽ ആധിപത്യം തന്നിട്ടാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത്. I want to tell you, you have been made a son of God, a daughter of God. അങ്ങനെ ജീവിക്കുവാൻ വേണ്ടിയാണ്, ദൈവത്തിൻ്റെ മകനും മകളുമായിട്ട് ജീവിക്കാൻ വേണ്ടിയാണ് ദൈവം നമ്മളെ ഓരോരുത്തരെയും സൃഷ്ടിച്ചത്. അല്ലാതെ മൃഗങ്ങളുടെ മുകളിൽ നേരെ കുമ്പിട്ട് ആരാധിക്കാൻ, അല്ലെങ്കിൽ പരസ്പരം വേറെ ഒരു മനുഷ്യന്റെ ഒരു പ്രതിമയുടെ മുമ്പിൽ കുമ്പിട്ട് ആരാധിക്കാനല്ല, ഒരു സ്ത്രീയുടെ ഒരു പുരുഷന്റെ ഒരു രൂപത്തിന്റെ മുകളിൽ കുമ്പിട്ട് ആരാധിക്കാനുമല്ല. എന്തുമാത്രം വിഗ്രഹാരാധനയാണ് നമ്മളുടെ ഇടയിൽ കാണുന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മൾ മനസ്സിലാക്കണം. ചിലപ്പോൾ പറയും അത് വിഗ്രഹങ്ങളല്ല, അത് ആ മനുഷ്യനെ കുറിച്ചൊരു ഓർമ്മ കൊണ്ടുവരുവാൻ വേണ്ടിയാണെന്നുള്ളത്. പ്രിയപ്പെട്ടവരെ, ഓർമ്മ കൊണ്ടുവരാൻ വേണ്ടിയാണെങ്കിൽ എന്തിനാണ് അങ്ങനെയുള്ള വിഗ്രഹങ്ങളെ തൊട്ടുമുത്തുന്നത്? അങ്ങനെ ഓർമ്മകൾ കൊണ്ടുവരാണെങ്കിൽ ആ വിഗ്രഹങ്ങൾക്ക് എങ്ങനെയാണ് ഒരു സൗഖ്യം തരുവാനുള്ള കഴിവ്? ആ മരത്തിനോ കല്ലിനോ അല്ലെങ്കിൽ മെറ്റൽ കൊണ്ടുണ്ടാക്കിയ ആ രൂപത്തിന് എങ്ങനെയാണ് സൗഖ്യം തരാൻ പറ്റുക? കാരണം അതിനകത്ത് സൗഖ്യം തരാൻ പറ്റുമെന്ന് നിങ്ങൾ വിശ്വസിക്കുകയാണെങ്കിൽ അതിനകത്ത് ഒരു സ്പിരിറ്റ് ഉണ്ട്, അല്ലേ? അത് എന്തിൻ്റെ സ്പിരിറ്റാണ്? ഒരു ദുർഭൂതത്തിൻ്റെ ഒരു ആത്മാവാണ് അതിലുള്ളത്. അത് ഞാൻ പറയുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങളെ നാശത്തിലേക്കും മരണത്തിലേക്കും മാത്രമേ നയിക്കുകയുള്ളൂ. കാരണം ദൈവത്തിൻ്റെ വചനം വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ഒരു രൂപത്തിലുള്ള ഒന്നിനെ ഉണ്ടാക്കരുത്. നിങ്ങൾ പുറപ്പാട് പുസ്തകം 20-ാമത്തെ അധ്യായം ഒന്ന് വായിക്കണം. 4-5 വചനങ്ങളൊക്കെ വായിക്കുകയാണെങ്കിൽ അവിടെ വളരെ വ്യക്തമായിട്ട് ദൈവം പറയുന്നുണ്ട്, നിങ്ങൾ ഒരു വിഗ്രഹങ്ങളെ ഉണ്ടാക്കരുത്. പ്രിയപ്പെട്ടവരെ, നമ്മൾക്ക് ഒരു വ്യക്തിയെക്കുറിച്ച് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ആ വ്യക്തിയെക്കുറിച്ചുള്ള ഓർമ്മയല്ലേ, അല്ലാതെ ആ വ്യക്തിയുടെ ഒരു രൂപം കണ്ടിട്ട് അതിനെ തൊട്ടുമുത്തേണ്ട ആവശ്യമുണ്ടോ? അല്ലെങ്കിൽ അത് വളരെ ശ്രേഷ്ഠമായിട്ട് അതിനെ പൊക്കിക്കൊണ്ടുപോകേണ്ട ആവശ്യമുണ്ടോ? ഇത് നിങ്ങൾ മനസ്സിലാക്കണം പ്രിയപ്പെട്ടവരെ. ഞാൻ നിങ്ങളോടാണ് സംസാരിക്കുന്നത്. നിങ്ങൾ പല ദൈവത്തിൻ്റെ ആരാധന ആലയങ്ങളിൽ അവിടെ ഉള്ളത് മുഴുവൻ ദുർഭൂത ഉള്ള വിഗ്രഹങ്ങളാണ്. നിങ്ങൾ മനസ്സിലാക്കണം പ്രിയപ്പെട്ടവരെ, ഇത് ദൈവത്തിന് ഏറ്റവും വെറുപ്പ് വരുന്നതാണ്, ദൈവത്തിന് ഏറ്റവും സങ്കടം വരുന്നതാണ്. അവിടെ ഒരു ദൈവത്തിൻ്റെ സാന്നിധ്യം അവിടെ ഇല്ല. അവിടെ ഉള്ളത് ദുർഭൂതത്തിൻ്റെ ഒരു സാന്നിധ്യം. എന്തിൻ്റെ ദുർഭൂതം? വ്യഭിചാരത്തിൻ്റെ. കാരണം എന്താണ്? നിങ്ങൾ ദൈവത്തിൻ്റെ മണവാട്ടിയാണ്. ആ മണവാട്ടിയെ, ആ മണവാളനാകുന്ന യേശു ക്രിസ്തുവിൽ നിന്ന് മാറ്റി നിർത്തുന്നതെല്ലാം വ്യഭിചാരത്തിൻ്റെ ഒരു ദുർഭൂതമാണ്. ഒരിക്കലും നിങ്ങൾ അതിൻ്റെ പുറകെ പോകരുത്. ഹല്ലേലൂയ. ഇത് മനസ്സിലാക്കണം പ്രിയപ്പെട്ടവരെ. കാരണം നിങ്ങൾ വിചാരിക്കും ഇത് ചെയ്യുന്നത് നല്ല കാര്യമാണെന്നുള്ളത്. തീർച്ചയായിട്ടും നല്ല കാര്യമല്ല. കാരണം അത് നിങ്ങളെ ദൈവത്തിൽ നിന്ന് ഒരു ശത്രുതയിലേക്കാണ് നയിക്കുന്നത്. അതാണ് പിശാചിൻ്റെ ഒരു പ്രവൃത്തി. നമ്മൾ മനസ്സിലാക്കണം, ദൈവം ആഗ്രഹിക്കുന്നത് എല്ലാ മനുഷ്യരും യേശു ക്രിസ്തുവിനെ ആരാധിക്കണമെന്നുള്ളതാണ്. അല്ലാതെ വേറെ ഒരു മനുഷ്യനെയോ അല്ലെങ്കിൽ ഒരു മൃഗത്തിനെയോ അല്ല ആരാധിക്കേണ്ടത്, യേശു ക്രിസ്തുവിനെയാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് പിന്നെയും പറയുന്നുണ്ടല്ലോ, നമ്മൾ മനസ്സിലാക്കേണ്ട വേറൊരു ഇതാണ്. ദൈവം പറയുന്നുണ്ട്, ഹല്ലേലൂയ, worship the nations and went after the nations who were all around them, concerning whom the Lord had charged them that they should not do like them. അവരെ പോലെ ദൈവം നമ്മൾക്ക് യേശു ക്രിസ്തു ആരാണെന്നുള്ള വെളിപാട് കിട്ടിക്കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ പുറത്തോട്ട് വന്ന ആ വിഗ്രഹാരാധന ഉണ്ടായിരുന്ന സ്ഥലത്തെ അവരുടെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളെ കുറിച്ച് നിങ്ങൾ ചോദിക്കുക പോലും ചെയ്യരുത് എന്നാ പറയുന്നത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ദൈവം വാഗ്ദാനം ചെയ്ത ഭൂമിയിൽ നിങ്ങൾ അവിടെ ഓടിച്ചു കളഞ്ഞ് നിങ്ങൾ അവിടെ
കൈപിടിക്കുന്ന ആ കൈ അടക്കുന്ന ആ സ്ഥലത്തുള്ള ആൾക്കാര് എങ്ങനെ അവരുടെ ദൈവങ്ങളെ ആരാധിച്ചു എന്ന് നിങ്ങൾ അന്വേഷിക്കുക പോലും ചെയ്യരുത് എന്നാണ് ദൈവത്തിന്റെ വചനം പറയുന്നത്. പക്ഷെ ഇന്ന് എന്താണ് സംഭവിക്കുന്നത് പ്രിയപ്പെട്ടവരെ? ഇന്ന് മതങ്ങളെല്ലാം ഒന്നാകണമെന്നുള്ള ഒരു അതും വേറെ ഒരു സാത്താൻ്റെ ഒരു ഇതാണ്, എന്താ പറയുന്നത്, ഒരു തന്ത്രമാണ്. അതിൽ എന്താണ്, മറ്റ് മതങ്ങളിലുള്ളവർ എങ്ങനെയാണ് ആരാധിക്കുന്നതെന്ന് വെച്ചാൽ അങ്ങനത്തെ ആരാധന ക്രമങ്ങൾ നിങ്ങളും ആരാധിക്കുകയാണ് പ്രിയപ്പെട്ടവരെ. അതും ദൈവത്തിൻ്റെ വചനത്തിന് വിപരീതമായ പ്രവൃത്തിയാണ്. കാരണം ദൈവം പറയുന്നുണ്ട്, യേശുവിൻ്റെ വചനം തന്നെ, യേശു തന്നെ ആ സമാരിയ സ്ത്രീയോട് പറയുകയാണ്. യോഹന്നാന്റെ സുവിശേഷം 4-ാമത്തെ അധ്യായം 24-ാമത്തെ വചനത്തിൽ ആ സമാരിയ സ്ത്രീയോട് യേശു പറയുകയാണ്, ഇനി മുതൽ നിങ്ങൾ ആരാധിക്കുന്നത് ജെറൂസലമിലല്ല, ഇനി മുതൽ ആരാധിക്കുന്നത് നിങ്ങൾ മലമുകളിലുമല്ല, പക്ഷെ ഇനി മുതൽ നിങ്ങൾ ആരാധിക്കേണ്ടത് പിതാവിനെ ആത്മാവിലും സത്യത്തിലുമാണ്. അങ്ങനെ ആരാധിക്കുന്നവരെ മാത്രമേ പിതാവിന് സ്വീകാര്യമാകുകയുള്ളൂ. പ്രിയപ്പെട്ടവരെ, ഇതൊക്കെ നിങ്ങൾ മനസ്സിലാക്കണം. വിഗ്രഹങ്ങളെ അല്ല നിങ്ങൾ ആരാധിക്കേണ്ടത്. വിഗ്രഹങ്ങൾക്ക് ജീവനില്ല, വിഗ്രഹങ്ങൾ ജീവനില്ല പ്രിയപ്പെട്ടവരെ. പക്ഷെ ജീവിക്കുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവത്തിന്റെ പേരാണ് യേശു ക്രിസ്തു. ആ ദൈവം യേശു ക്രിസ്തു ഹെബ്രായ ലേഖനം 7-ാമത്തെ അധ്യായം 25-ാമത്തെ വചനത്തിൽ പറയുന്നുണ്ട്, ആ യേശു ക്രിസ്തു സിസ്റ്റർ മലയാളത്തിൽ വായിക്കണം. He says he lives always, he is at the right hand of the Father, he lives always to make intercession for you. തന്നിലൂടെ ദൈവത്തെ സമീപിക്കുന്നവരെ പൂർണ്ണമായി രക്ഷിക്കുവാൻ അവന് കഴിവുണ്ട്. നിങ്ങളുടെ രക്ഷ പൂർണ്ണത ആരിലാണ്? യേശു ക്രിസ്തുവിലാണ്. ആ യേശുവിന് നിങ്ങളെ പൂർണ്ണമായി രക്ഷിക്കുവാൻ കഴിവുണ്ട്. കാരണം യേശു ക്രിസ്തു ജീവിക്കുന്ന ദൈവമാണ്, ജീവനുള്ള ദൈവമാണ്. എന്നേക്കും ജീവിക്കുന്നവനായ അവൻ അവർക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കുന്നു. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു സത്യം ഇതാണ്. നിങ്ങൾ ദൈവത്തിന്റെ വചനം ശ്രവിച്ചിട്ട് അത് ലംഘിക്കുവാൻ നിങ്ങൾ തീരുമാനമെടുക്കുകയാണെങ്കിൽ യേശു ക്രിസ്തു നിങ്ങളെ മ്ലേച്ഛതയിലേക്ക് തന്നെ വിട്ടുകൊടുക്കും. നിങ്ങളൊരു തീരുമാനമെടുക്കേണ്ട സമയമായി പ്രിയപ്പെട്ടവരെ. കാരണം ദൈവത്തിന്റെ വചനം എത്ര ഇടങ്ങളിൽ പറയുന്നുണ്ട്, വിഗ്രഹാരാധന ദൈവത്തിന് ഏറ്റവും ദേഷ്യമുള്ളതാണ്. He hates idolaters. He hates idolatry. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും പ്രിയപ്പെട്ടവരെ ഒന്ന് വായിച്ച റോമൻസ് 1:24 ശ്രദ്ധിച്ച് കേൾക്കണം കേട്ടോ പ്രിയപ്പെട്ടവരെ. നിങ്ങൾക്ക് മനസ്സിലാക്കണം, ഒരു പരിധി കഴിഞ്ഞിട്ട് ദൈവം നിങ്ങളെ ആ മ്ലേച്ഛതയിലേക്ക് തന്നെ വിട്ടുകൊടുക്കും. അതുകൊണ്ട് ദൈവം അവരെ തങ്ങളുടെ ഭോഗാസക്തികളോടുകൂടെ ശരീരങ്ങൾ പരസ്പരം അപമാനിതമാകുന്നതിന് അശുദ്ധിക്ക് വിട്ടുകൊടുത്തു. He gave them up എന്നാ പറഞ്ഞത്. He gave them up. പ്രിയപ്പെട്ടവരെ, അങ്ങനെ ഒരു അവസ്ഥ വരാതിരിക്കട്ടെ. കാരണം when God gives up, there is no coming back. കാരണം നമുക്കറിയാം, വെളിപാട് പുസ്തകം പറഞ്ഞുകൊണ്ട് അവൻ അടച്ചതാർക്കും തുറക്കാൻ പറ്റുകയില്ല, അവൻ തുറന്നതാർക്കും അടയ്ക്കാൻ പറ്റുകയില്ല. സോ ഞാൻ ഇന്ന് നിങ്ങളോട് യാചിക്കുകയാണ്. ഐ എം ബെഗിങ് യു പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഈ വചനങ്ങൾ ശ്രവിക്കണം, ഇത് ഉൾക്കൊള്ളണം. ദൈവത്തിൻ്റെ ആ നിങ്ങളുടെ ജീവനും ആത്മാവുമായ വചനങ്ങൾ നിങ്ങൾ അത് സ്വീകരിക്കണം പ്രിയപ്പെട്ടവരെ. കാരണം യേശു ക്രിസ്തു ഇന്നും ദൈവത്തിനൊരു പ്രത്യാശയുണ്ട്. ദൈവത്തിൻ്റെ ആത്മാവും ജീവനുമായ വചനങ്ങൾ നിങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങളുടെ ഹൃദയങ്ങൾ തുറന്ന്, നിങ്ങളുടെ മനസ്സുകൾ തുറന്ന് ദൈവത്തിൻ്റെ കൃപയാൽ നിങ്ങൾക്കത് മനസ്സിലാക്കാനുള്ളൊരു കഴിവ് ദൈവം തരും. ആ കഴിവ് പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ ആ കൃപ നിങ്ങൾ നിഷേധിക്കരുത്. ഡോണ്ട് റിജക്ട് ദ ഗ്രേസ് ഓഫ് ഗോഡ്. നിങ്ങളത് സ്വീകരിച്ച് ആ സത്യം അറിയുവാനായിട്ട് ശ്രമിക്കുക. ദൈവത്തിൻ്റെ ആത്മാവ് തീർച്ചയായും നിങ്ങളെ പഠിപ്പിച്ചു തരും. ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളെ ഈ സത്യം നിങ്ങൾക്ക് വെളിപ്പെടുത്തി തരും. അങ്ങനെ തരുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, ദൈവം ആത്മാവാണ്, ദൈവത്തിന് രൂപമില്ല. ദൈവത്തിന് രൂപമില്ല പ്രിയപ്പെട്ടവരെ. ഇന്ന് യേശു ക്രിസ്തു ആണ് എന്ന് പറയുന്ന പ്രതിമകൾ, അല്ല യേശു ക്രിസ്തു ആണ് എന്ന് പറയുന്ന ചിത്രങ്ങൾ, അത് യേശു ക്രിസ്തു അല്ല. യേശു ക്രിസ്തു അല്ല അത്. മനസ്സിലാക്കണം പ്രിയപ്പെട്ടവരെ. കാരണം ഇന്ന് ആ ബോഷത്വത്തിൻ്റെ ആ അടയാളം നോക്കുകയാണെങ്കിൽ, ആ അളവ്, അല്ലെങ്കിൽ ഹൗ ഫാർ ഇറ്റ് ഹസ് ഗോൺ. ഇന്ന് ആഫ്രിക്കൻ യേശു ക്രിസ്തു ഉണ്ട്, ഇന്ന് റഷ്യൻ ആൾക്കാരുടെ രൂപത്തിലുള്ള യേശു ക്രിസ്തു ഉണ്ട്, ഇന്ന് ഇസ്രയേലിലുള്ള ജനങ്ങളുടെ രൂപത്തിലുള്ള യേശു ക്രിസ്തു ഉണ്ട്, ചൈനീസ് ഉണ്ടാകാം, ഇന്ത്യൻ ഉണ്ടെന്ന് നടരാജനായ യേശു ക്രിസ്തു ഉണ്ട്. പ്രിയപ്പെട്ടവരെ, യേശു ഇതൊന്നുമല്ല. യേശു ദൈവപുത്രനാണ്. ആ ദൈവപുത്രൻ ആവുന്ന യേശുവിന് രൂപമില്ല. അതാണ്, ആ രൂപമില്ലാത്തൊരു യേശുവാണ്. ബിക്കോസ് ദൈവം ആത്മാവാണ്. ആ ദൈവത്തെ അറിയുവാൻ നമുക്ക് ഒരു ചിത്രത്തിന്റെ ആവശ്യമില്ല. ദൈവത്തെ അറിയുവാൻ വേണ്ടി നമുക്കൊരു ഒരു പ്രതിമയുടെ ആവശ്യമില്ല. ദൈവത്തെ അറിയുവാനായിട്ട് നമുക്ക് കൃപ മാത്രം മതി, സ്നേഹം മാത്രം മതി പ്രിയപ്പെട്ടവരെ.
ആ ദൈവം ദൈവത്തെ തന്നെ വെളിപ്പെടുത്തി തരും. ഹി വിൽ റിവീൽ ഹിംസെൽഫ് ടു യു. അല്ലാതെ നിങ്ങൾ ചിത്രത്തിൻ്റെ പുറകെയോ പ്രതിമകളുടെ പുറകെയോ പോകേണ്ട ആവശ്യമില്ല. കാരണം പ്രതിമകളും ചിത്രങ്ങളും അത്ര ശ്രേഷ്ഠമല്ലെങ്കിൽ അതിനെ കൂട്ടിനകത്തൊക്കെ ഇടുവോ? ഹലോ, അതിനെ പൊക്കിക്കൊണ്ടുപോകുമോ? പ്രിയപ്പെട്ടവരെ, ഇന്ന് സംഭവിക്കുന്ന കാര്യങ്ങളാണ് അല്ലേ? മനുഷ്യൻ എന്തുമാത്രം ആ ബോഷത്തിലേക്ക് പോയി. അവൻ്റെ ഹൃദയങ്ങൾ അന്ധകാരത്തിലാണ്. കാരണം എന്താണ്? അവൻ ചെവി കൊടുക്കുന്നത് അധികാരികൾക്ക് മാത്രമേ ഉള്ളൂ. ചില അധികാരികൾക്ക് മാത്രമേ ഉള്ളൂ. അങ്ങനെ അധികാരികൾ പറയുമ്പോൾ, അധികാരികൾ അധികാരത്തോടെ പറയുമ്പോൾ അത് സത്യമാണ് എന്ന് വിശ്വസിക്കുക. അല്ലെങ്കിൽ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും സത്യമാണ്, ശരിയാണ് എന്ന് വിശ്വസിക്കുക. പ്രിയപ്പെട്ടവരെ, അധികാരികളെ സൃഷ്ടിച്ച അധികാരിയാണ് ദൈവം. കർത്താധികർത്തനും രാജാതിരാജനുമാണ് യേശു ക്രിസ്തു. ആ യേശു ക്രിസ്തു നിങ്ങളോട് വചനത്തിലൂടെയാണ് സംസാരിക്കുന്നത്. ഇതിനേക്കാൾ കൂടുതൽ ഒരു അധികാരമില്ല പ്രിയപ്പെട്ടവരെ. ഞാൻ നിങ്ങളോട് യാചിക്കുന്നത്, പരിശുദ്ധാത്മാവോട് പ്രാർത്ഥിക്കുന്നത് ഒരു വിഷയം, നിങ്ങൾ ഈ സത്യം അറിയുകയും ഈ സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഈ സന്ദേശം നിങ്ങൾക്ക് ദൈവം നിങ്ങളുടെ ആവശ്യമുള്ളത് കൊണ്ടാണ് തരുന്നത്. അത് നിങ്ങൾക്ക് ഇടർച്ച ഉണ്ടാകാനല്ല തരുന്നത്. നിങ്ങൾ വിശ്വസിക്കുന്നതും നിങ്ങൾ മനസ്സിലാക്കിയതുമായിട്ട് വിപരീതമായിട്ടായിരിക്കും ഈ സംസാരിക്കുന്നത്. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു സത്യം, ഇത് ദൈവമാണ് നിങ്ങളോട് സംസാരിക്കുന്നത്. ദൈവമാണ് നിങ്ങൾക്ക് ജീവൻ തരാൻ പറ്റുക, വേറെ ഒരു വ്യക്തിക്കും പറ്റുകയില്ല. നേരത്തെ നമ്മൾ വായിച്ചു കേട്ടു യോഹന്നാന്റെ ലേഖനത്തിൽ, ഞാൻ നിങ്ങളോട് സംസാരിക്കുന്ന വചനങ്ങൾ ആത്മാവും ജീവനുമാണ്. പ്രിയപ്പെട്ടവരെ, യേശു ക്രിസ്തു ജീവനാണ്. അതുകൊണ്ടാണ് വചനം പറയുന്നത്, ദൈവപുത്രനെ സ്വന്തമാക്കിയവൻ ജീവനെയാണ് സ്വന്തമാക്കിയത്. ഇത് ദൈവപുത്രനാണ് പ്രിയപ്പെട്ടവരെ. കാരണം വെളിപാട് പുസ്തകത്തിൽ പറയുന്നുണ്ട്, അവന്റെ നാമം ദൈവവചനമെന്നാണ്. അപ്പൊ ഇന്ന് നിങ്ങളോട് സംസാരിച്ചത് ദൈവപുത്രനാണ് വചനത്തിലൂടെ. കാരണം യോഹന്നാനിലെ സുവിശേഷത്തിൽ പറയുന്നുണ്ട്, വചനം മാംസമായി നമ്മളുടെ മധ്യേ വസിച്ചു, നമ്മൾ അവന്റെ മഹത്വം ദർശിച്ചു എന്നാണ്. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഞാൻ നിങ്ങളോട് യാചിക്കുകയാണ്, സ്നേഹത്തോടെ യാചിക്കുകയാണ്. നിങ്ങൾ ഈ ദൈവം നിങ്ങളോട് സംസാരിച്ച വചനങ്ങൾ അത് നിങ്ങൾ ശ്രദ്ധാപൂർവം കേട്ടതിന് നന്ദി. നിങ്ങളത് നിങ്ങളുടെ ഹൃദയത്തിൽ സൂക്ഷിക്കുക. പരിശുദ്ധാത്മാവ് അവിടെ പ്രവർത്തിക്കുവാൻ നിങ്ങൾ പ്രാർത്ഥിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ദൈവത്തിന്റെ സാന്നിധ്യം അനുഭവിക്കാൻ പറ്റുകയും ദൈവത്തെ തന്നെ, പരിശുദ്ധാത്മാവ് പുത്രനായ യേശു ക്രിസ്തുവിനെയും പിതാവായ ദൈവത്തെയും നിങ്ങൾക്ക് വെളിപ്പെടുത്തി തരുമെന്നുള്ള ആ ഒരു പ്രത്യാശ ഉണ്ട് പ്രിയപ്പെട്ടവരെ. മനസ്സിലാക്കണം, ആ പ്രത്യാശ നിങ്ങൾ നിരാശപ്പെടേണ്ട ആവശ്യമില്ല. കാരണം ദൈവത്തിന്റെ സ്നേഹം പരിശുദ്ധാത്മാവാണ് നിങ്ങളെ മനസ്സിലാക്കുന്നത്. ദൈവം നിങ്ങളെ അത്രയും സ്നേഹിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് സ്വന്തം പുത്രൻ നിങ്ങൾക്ക് വേണ്ടി ബലിയർപ്പിച്ച് രക്തം ചിന്തി നിങ്ങളെ വീണ്ടെടുത്തത്. പ്രിയപ്പെട്ടവരെ, ഒരു മനുഷ്യനും ആ പ്രവൃത്തി ചെയ്യാൻ പറ്റിയിട്ടില്ല. ഒരു മനുഷ്യനും ചെയ്യാൻ പറ്റിയിട്ടില്ല, ഒരു സഭയ്ക്കും പറ്റിയിട്ടില്ല, ഒരു സംവിധാനത്തിനും പറ്റിയിട്ടില്ല. പക്ഷേ യേശു ക്രിസ്തു ജീവിക്കുന്ന ദൈവത്തിന് അത് ചെയ്യുകയും അതുവഴി നിങ്ങളെ രക്ഷിക്കുവാനും നിങ്ങൾക്ക് ജീവൻ തരുവാനും കഴിവുണ്ട്. ജീവന്റെ ഉറവിടമായ യേശു ക്രിസ്തുവിനെ നിങ്ങൾ ഇന്ന് സ്നേഹിച്ച് സ്വന്തമാക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്.